സവാള ഗിരി സവാള ഗിരി ഗിരി. ഈ ആർജിച്ചതിനെ കുറിച്ചൊന്നും ഇനി പറയരുത് അഡ്വക്കേറ്റ് ഹസ്കർ. കാരണം ഇത്രയും ആർജിച്ചതുണ്ടെങ്കിൽ ഈ ഏതാനും കോടികൾക്ക് വേണ്ടി സ്വന്തം അടിയറ വെക്കേണ്ടി വരില്ലായിരുന്നു അഡ്വക്കേറ്റ് ഹസ്കർ. ദയവേത് ഇത് രണ്ടും കൂടി പറയരുത്. മന്ത്രിസഭയെ വഞ്ചിച്ച് മുന്നണിയെ ഇരുട്ടത്ത് നിർത്തി സ്വന്തം പാർട്ടി കേന്ദ്ര നേതൃത്വത്തെ പോലും അറിയിക്കാതെ തിടുക്കത്തിൽ പോയി ഒരു കരാറിൽ ഒപ്പിടുന്നു. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ എന്തിനാ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നു. വാസ്തവത്തിൽ അതിനെല്ലാം അപ്പുറത്തേക്ക് അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ ഈ നിലപാടിലൂടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിക്കുന്നതിലൂടെ ദേശീയ തലത്തിൽ ഉയർത്തിയ ഇടതു ബദൽ എന്ന ആശയം തന്നെ പരിഹാസ്യമായി മാറിയില്ലേ കേരളത്തിലെ CPM-ന്റെ നിലപാടുകൊണ്ട്? എന്തായാലും വളരെ മോശമായിപ്പോയി അഭിലാഷേ, വളരെ മോശമായിപ്പോയി. ഇപ്പോ CPI CPM തമ്മിൽ വലിയൊരു രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് വരുത്തി തീർക്കാനോ ബോധപൂർവം അങ്ങനെ ഒരു ശ്രമവുമാണ് കേരളത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നത്. 1964 CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവിൽ നിന്ന് ആ വലിയ തോതിൽ ഹിമാലയത്തോളം വളർന്ന രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് 32 ദേശീയ കൗൺസിൽ അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് വിട്ടുവന്ന് CPM രൂപീകരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ? അല്ല, CPIയുടെ കേരളത്തിലെ ഇന്നത്തെ സ്ഥിതി ദേശീയ നയത്തിന്റെയോ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ വിരുദ്ധ ചേരിയിൽ അത് ഉയർത്തിവിടുന്ന ആശങ്കകളുടെ പ്രശ്നമല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിന് ഏറ്റവും ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാം. നമ്മുടെ വീടുകളിലൊക്കെ ചില പൂച്ചകളെ വളർത്താറുണ്ട്. നമ്മുടെ സ്വീകരണ മുറിയിലെ അതിഥികൾക്കായി വെച്ചിട്ടുള്ള വലിയ വില കൂടിയ കസേരകളിലൊക്കെ ഈ പൂച്ച വന്ന് വിശ്രമിക്കാറുണ്ട്. അല്ല, അത് ഇവിടെ എങ്ങനെ എന്താ ഉദ്ദേശിച്ചത്? ഉള്ളിൽ അർത്ഥമുണ്ട്. ആ പൂച്ച ഗ്രഹനാഥനോടൊപ്പം കിടപ്പുമുറിയിലും പലപ്പോഴും കിടക്കാറുണ്ട്. ഏറ്റവും വിലപിടിപ്പുള്ള ഭക്ഷണം, വില കൂടിയ കാറ്റ് ഫുഡൊക്കെ മേടിച്ച് ഈ പൂച്ചകൾ കൊടുത്ത് വളർത്താറുണ്ട്. വലിയ സ്നേഹ വാത്സല്യത്തോടെ പൂച്ചയെ നാം തലോടാറുണ്ട്, കരുതാറുണ്ട്. പക്ഷെ ഈ പൂച്ച ചിലപ്പോഴൊക്കെ തന്നെ ഗ്രഹനാഥനെ തന്നെ മാന്തുന്ന സ്വഭാവം കാണിക്കും. അത്തരത്തിലുള്ളൊരു നിലപാടാണ്. വേണ്ട തലയിരിക്കുമ്പോ വാലാറണ്ട. എവിടെ നിന്ന് ഈ കാറ്റ് ഫുഡ് വരുന്നു അല്ലെങ്കിൽ അതിന് വില കൂടിയ ഭക്ഷണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ അത് മാന്തുന്ന സ്വഭാവം കാണിക്കാറുണ്ട്. അത്തരത്തിൽ ചില സ്വഭാവങ്ങളാണ് ഇപ്പോൾ CPI കാണിച്ചത്. ആശാൻ മുമ്പേ നടക്കും, ശിഷ്യ പിറകെ നടന്നാൽ മതി, മേലാൽ ഓവർടേക്ക് ചെയ്യരുത്. പങ്കെടുക്കില്ല എന്ന് കരുതുന്ന ഒരാളല്ല. വലിയ ശുഭാപ്തി CPI എന്നാണോ താങ്കൾ പറയുന്നത്? ഏതു തരത്തിലുള്ള നയവ്യതിയാനങ്ങൾ ഉണ്ടായാലും മിണ്ടാതെ കിട്ടുന്ന ബിസ്ക്കറ്റും കഴിച്ച് ഒരു മൂലക്കിരുന്നോണ്ടെന്നാണ്? അതല്ല ഉദ്ദേശം. അങ്ങനെയല്ല പറഞ്ഞത്. ഈ ബിസ്ക്കറ്റ് വാങ്ങുന്ന പണം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് പൂച്ച തിരക്കാറില്ലല്ലോ. അതുപോലത്തെ സാഹചര്യത്തിലേക്ക് പോകരുത് എന്ന അർത്ഥത്തിലാണ് ഞാനത് സൂചിപ്പിച്ചത്. മനോഹരം, ഗംഭീരം. ദേശീയ വിദ്യാഭ്യാസ നയത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. സമഗ്ര ശിക്ഷ അഭിയാൻ പഠനത്തിന് പണം ലഭിക്കുന്നുണ്ട്, PM ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കാൻ പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കണമെന്ന് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗിലുണ്ട്. പക്ഷെ കേരളത്തിലെ PM ഉഷ കേരളത്തിൽ നടപ്പിലാക്കി. MOUവിന്റെ ആദ്യ പേജിൽ തന്നെ പൂർണ്ണ തോതിൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതറിയാത്തവരല്ല താങ്കളടക്കം ആരും. പിന്നെ പറഞ്ഞു പറ്റിക്കാൻ ഇങ്ങനെ ഞങ്ങൾ നടപ്പാക്കില്ല എന്നൊക്കെ പറയാം എന്ന് മാത്രം. ബുദ്ധിമാനായിക്കോ, പക്ഷെ മറ്റുള്ളവരെ വെറും മണ്ടന്മാരായി കളയരുത് കേട്ടോ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വളരെ കൃത്യമായിട്ട് പറയുന്നു, സ്റ്റേറ്റിനാണ് കരിക്കുലവും പാഠ്യപദ്ധതിയും തീരുമാനിക്കാനുള്ള അവകാശം. ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ? PM ശ്രീയിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൻട്രലൈസേഷൻ ആണ്. ഇതിൽ വരാൻ പോകുന്ന ഒരു വലിയ അപകടമായി നാം എല്ലാവരും കാണുന്നത്. 336 സ്കൂളുകൾക്ക് മാത്രമാണ് ഈ പദ്ധതി പ്രകാരം പ്രയോജനം ലഭിക്കാൻ പോകുന്നത്. കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഈ പദ്ധതി പ്രകാരം യാതൊരു തരത്തിലുള്ള ലാഭവും ലഭിക്കാൻ പോകുന്നില്ല. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. അപ്പോ ഈ 336 സ്കൂളിന്റെ സെൻട്രലൈസേഷൻ വന്നതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ നയം ആകെ കേന്ദ്രീകൃതമാകും എന്ന ആശങ്കയൊന്നും ഇക്കാര്യത്തിൽ വേണ്ട. ഇതങ്ങനെ കേരള ലെവലിൽ ചിന്തിച്ചാൽ പോരാ, കേന്ദ്ര ലെവലിൽ ചിന്തിക്കണം. നമുക്കറിയാം, PM ഉഷ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കി. കേരളത്തിലെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളും കേരളത്തിലെ സമഗ്രമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലും ആ പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട്. ആ പദ്ധതിയുടെ ഗുണഭോക്താക്കളായി കേരളത്തിലെ ഗവേഷണ രംഗം, കേരളത്തിലെ കോളേജുകളുടെയും മറ്റിതര സാമ്പത്തിക
മലന്ന് കിടന്ന് തുപ്പരുതടാ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 സംബന്ധിച്ച് CPM-ന് വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ട്. അത് CPI ഉന്നയിക്കുന്ന അതേ ആശങ്കകൾക്കൊപ്പം തന്നെയാണ്, ഒരു സംശയമില്ല. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും സമഗ്രമായി ആദ്യം അഭിപ്രായം പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സമഗ്രമായി പഠിക്കുകയും സസൂക്ഷ്മ നിരീക്ഷണം നടത്തിയ അഭിപ്രായം പറഞ്ഞ പാർട്ടി ഉണ്ടെങ്കിൽ അത് CPM തന്നെയായിരുന്നു. അതിനുശേഷം 86-ലും 95-ലും വന്ന വിദ്യാഭ്യാസ പദ്ധതികൾക്കെതിരെയും കൃത്യമായ പഠനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ CPM അഭിപ്രായം അതുപോലെ തന്നെ 2020 PM ശ്രീ പദ്ധതി കേരളത്തിലെ സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത് വഴി പൊതുവിദ്യാഭ്യാസ രംഗത്ത് സിലബസിൽ ഏതെങ്കിലും തരത്തിൽ കാവ്യവൽക്കരണം നടത്താൻ കഴിയുമോ എന്ന BJP-യുടെയും RSS-ന്റെയും തന്ത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നില്ല. അത് കൃത്യമായി ആവർത്തിച്ചാണയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോ അത് നടപ്പിലാക്കുമെന്ന ആശങ്കയാണ് പ്രധാനമായി ഉള്ളതെങ്കിൽ ആ ആശങ്ക നടപ്പിലാക്കാനേ പോകുന്നില്ല. 3 വർഷം കേരളത്തിലെ കുട്ടികൾക്ക് മികച്ച നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസരം നിഷേധിച്ചത് എന്തിനാണ്? SSIക്ക് ലഭിക്കേണ്ട ഫണ്ട് ലഭിക്കുന്നതിനു വേണ്ടി PM ശ്രീയിൽ ഒപ്പിട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഒരു റിയാലിറ്റിയാണ്. നമ്മൾ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഒരു വിഷയത്തെ സമീപിക്കുമ്പോൾ, ഒരു ഫാക്ടിനെ സമീപിക്കുമ്പോൾ ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. താങ്കൾ തൊട്ട് മുൻപ് പറഞ്ഞതാണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പാക്കിയാലും കരിക്കുലത്തിൽ RSS സ്വാധീനമുള്ള അല്ലെങ്കിൽ സംഘപരിവാർ സ്വാധീനമുള്ള കാര്യങ്ങളൊന്നും കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ഉറപ്പുണ്ട് എന്നാണ് താങ്കൾ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഈ ഉറപ്പുണ്ടാകാൻ എന്തിന് ഈ 3 വർഷം എടുത്തു എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, തനിക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എന്തിനു വേണ്ടി ഈ 3 വർഷം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ കുട്ടികളുടെ അവകാശങ്ങൾ ഇടതു മന്ത്രിസഭ നിഷേധിച്ചു? കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ കുട്ടികൾക്ക് കേരളത്തിലെ വിദ്യാഭ്യാസ അവകാശ നിയമത്തിന്റെ ഭാഗമായുള്ള കേരളത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നൽകേണ്ട യൂണിഫോമിന്റെ തുക ഇതൊക്കെയാണ് SSIയിലൂടെ. മാത്രമല്ല, ഇതിൽ പഠിപ്പിക്കുന്ന 6000-ഓളം വരുന്ന സാധാരണ അധ്യാപകർക്ക് ശമ്പളം പോലും മുടങ്ങുന്ന മനോരമയടക്കം റിപ്പോർട്ട് ചെയ്ത് ഈ ജൂണിലാണ് അത് റിപ്പോർട്ട് ചെയ്തത്. അതാ നിന്റെ വിഷമം അല്ല? പിന്നെ കേരളത്തിൽ ശമ്പളം SSIയുടെ ഭാഗമായിട്ടുള്ള അധ്യാപകർക്ക് ശമ്പളം മുടങ്ങാൻ പോകുന്നു. അത് പറഞ്ഞതും മനോരമ തന്നെയാണ്. ഇപ്പം മനസ്സിലായില്ലേ? മനസ്സിലായി. എന്തെല്ലാം മനസ്സിലാക്കാൻ കിടക്കണം. അതടക്കമുള്ള കാര്യങ്ങൾ നിങ്ങളടക്കം ഉയർത്തിയിട്ടുള്ള വിമർശനങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിന്റെ ഒടുവിലാണ്. ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നതല്ല, യാഥാർത്ഥ്യം എന്താണ്? കേരളത്തിൽ നയാ പൈസയില്ല ഖജനാവിൽ. കേന്ദ്ര സർക്കാരിന്റെ സഹായമില്ലാതെ വിദ്യാഭ്യാസ വകുപ്പിന് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതല്ലേ? അല്ല, അതെ, അതെ. ഈ ആർജിച്ചതിനെ കുറിച്ചൊന്നും ഇനി പറയരുത് അഡ്വക്കേറ്റ് ഹസ്കർ. കാരണം ഇത്രയും ആർജിച്ചതുണ്ടെങ്കിൽ ഈ ഏതാനും കോടികൾക്ക് വേണ്ടി ഇങ്ങനെ സ്വന്തം പ്രത്യയശാസ്ത്രത്തെ പോലെ അടിയറവ് വെക്കേണ്ടി വരില്ലേ? അടിയറവ് വെക്കേണ്ടി വരില്ലേ അഡ്വക്കേറ്റ് ഹസ്കർ? ദയവേത് ഇത് രണ്ടും കൂടി പറയരുത്. ഞങ്ങളുടെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല, ഈ പൈസ കിട്ടാതെ അധ്യാപകർക്ക് ശമ്പളം പോലും കൊടുക്കാൻ നിവൃത്തിയില്ല, കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറയും. ഒപ്പം അതോടൊപ്പം ഞങ്ങൾ എല്ലാം കൈവരിച്ചു കഴിഞ്ഞവരാണ്. ഇത് രണ്ടും കൂടി പറയരുത്. ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അങ്ങനെ ഇത് ആരുടെയെങ്കിലും ഔദാര്യമാണോ? കേരളത്തിലെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതും നമുക്ക് അർഹമായിട്ടുള്ള പ്രാതിനിധ്യത്തിന്റെ ഭാഗമായി ലഭിക്കേണ്ടതാണ്. ഇവരെന്തൊരു തോൽവിയാണ്. നിങ്ങളെ വിശ്വസിച്ച ഞങ്ങളിപ്പം പെരുവഴിയിലായി. അവകാശപ്പെട്ട പണം കിട്ടാൻ വേണ്ടി കേരളത്തിലെ കുട്ടികളുടെ ഭാവിയെ തന്നെ നശിപ്പിക്കുന്നില്ല നിങ്ങൾ പറയുന്ന സംവരണത്തെ കുറിച്ചും SC/ST കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ചും ഒന്നും ഒറ്റ അക്ഷരം പറയാത്ത, വർഗീയത മാത്രമല്ല വിദ്യാഭ്യാസത്തിന്റെ വാണിജ്യവൽക്കരണവും എന്ന് നിങ്ങൾ പറയുന്ന ദേശീയ വിദ്യാഭ്യാസ പദ്ധതി അംഗീകരിച്ചുകൊണ്ട് പോകണം. പൈസ കിട്ടുന്നതാണ് പ്രധാനം എന്നാണോ? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലല്ല. ദേശീയ വിദ്യാഭ്യാസ പദ്ധതി 2020 കേരളത്തിൽ നടപ്പിലാക്കാനേ പോകുന്നില്ല, ഒരു സംശയം വേണ്ട. കാത്തിരുന്നു. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇപ്പോൾ നേരത്തെ ശ്രീ ഗോപാലകൃഷ്ണൻ അടക്കം സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. 4 വർഷത്തെ ബിരുദം കേരളത്തിൽ നടപ്പിലാക്കിയത് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടാണ്. നമുക്കിതിങ്ങനെ തർക്കിക്കാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ദേശീയ വിദ്യാഭ്യാസ പദ്ധതി പൂർണ്ണതോതിൽ നടപ്പാക്കിക്കൊള്ളാമെന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുകയാണ് കേരള സർക്കാർ. അതുകൊണ്ട് ഇനി അത് പറയരുത്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. छाती से